പൊതുജനാഭിപ്രായം ഭരണ സംവിധാനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിലും ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജനസമക്ഷം എത്തിക്കുന്നതിലും മാതൃകാപരമായ ഇടപെടലുകളാണ് കാലിക്കറ്റ് പ്രസ് ക്ലബിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. നാടിനും നാട്ടുകാർക്കും ഗുണകരമാകുന്ന വിധത്തിൽ മുൻകാലങ്ങളിൽ പ്രസ് ക്ലബിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ പാരമ്പര്യം തുറന്നു കൊണ്ടുപോകാൻ ഭാവിയിലും നിങ്ങൾക്ക് കഴിയണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലബാർ മേഖലയിൽ 1960 മുതൽ തന്നെ പത്രപ്രവർത്തകരുടെ കൂട്ടായ്മ നിലവിലുണ്ടായിരുന്നു. 70-ലാണ് കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർ പത്രപ്രവർത്തക യൂണിയൻ്റെ ഭാഗമായി മാറുന്നു. അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചതുകൊണ്ട് കൂടുതൽ ഞാനതിലേക്ക് കടക്കുന്നില്ല. ഈ പ്രസ് ക്ലബിന് പ്രതിഭാധനരായ നിരവധി ആളുകൾ നേരത്തെ നേതൃത്വം നൽകിയതും ഇവിടെ സ്മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് ആവർത്തിക്കുന്നില്ല. അവരെല്ലാം എല്ലായ്പ്പോഴും നാടിൻ്റെ താല്പര്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിച്ചവരാണ്. കോഴിക്കോടിൻ്റെ മാത്രമല്ല, മലബാറിൻ്റെ ആകെ പൊതുവികസനത്തിനു വേണ്ടി ഒറ്റക്കും കൂട്ടായും പ്രവർത്തിക്കാൻ ആ മാധ്യമപ്രവർത്തകർക്ക് കഴിഞ്ഞിരുന്നു. പത്രപ്രവർത്തനത്തിലൂടെ നാടിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അവർ വെക്കുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ അന്തസ്സുറ്റ മാധ്യമപ്രവർത്തന പാരമ്പര്യം നാടിൻ്റെ ഭാവിക്ക് വലിയ തോതിൽ സംഭാവന ചെയ്യുന്ന ഒരു രീതിയാണ് ആ മാധ്യമപ്രവർത്തകർ ഉയർത്തിപ്പിടിച്ചത്. പത്രങ്ങളുടെ അവസ്ഥയെടുത്താൽ കേരളത്തിലെ പത്രങ്ങളുടെ ഈറ്റില്ലമാണ് കോഴിക്കോട്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടതും ഇപ്പോഴും നിലനിൽക്കുന്നതുമായ 2 പത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൻ്റെ ആവേശം ഉൾക്കൊണ്ട് രൂപീകൃതമായ മാതൃഭൂമി ദിനപത്രം, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും ജന്മിത്വത്തിനും എതിരായ പോരാട്ടത്തിന് ശക്തി പകരാൻ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുമായി രൂപീകൃതമായ ദേശാഭിമാനി. ഇത് രണ്ടും ആരംഭിച്ചത് ഈ മണ്ണിലാണ്. അവയ്ക്ക് നേതൃത്വം കൊടുത്തത് KP കേശവമേനോനും EMSഉം അതുപോലെയുള്ള അധികായരും. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ അൽ-അമീനെയും നമുക്ക് മറക്കാവുന്നതല്ല. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ് തന്നെ സമ്പന്നമായൊരു മാധ്യമ ചരിത്രം നിലനിന്ന പ്രദേശമാണ് കോഴിക്കോട്. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ് പത്രപ്രവർത്തനം സാമൂഹികമായ ലക്ഷ്യത്തോടെയുള്ള ഒരു സേവനമായിരുന്നു. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിനായി സജ്ജരാകാൻ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുക. അതിനു പുറമെ അന്ന് നാട്ടിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അവയെല്ലാം എതിർക്കുന്ന ഉദാത്തമായ ലക്ഷ്യവും മലയാള പത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചു. കൃത്യമായ ലക്ഷ്യത്തോടെയും വ്യക്തമായ സന്ദേശത്തോടെയുമുള്ള മാധ്യമപ്രവർത്തനമാണ് അക്കാലത്ത് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഫലമെന്തായിരുന്നു?
പത്രപ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും ഒരുപാട് ഭീഷണിയും പീഡനങ്ങളും നേരിടേണ്ടി വന്നു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നാട് കടത്തപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പത്രവും പ്രസ്സും സർക്കാരിലേക്ക് കണ്ടുകെട്ടി. ഇത് നേരിൻ്റെ പാതയിൽ ഉറച്ചു നിന്നതുകൊണ്ട് സംഭവിച്ചതാണ്. രാജാധികാരത്തിന് ഹിതകരമല്ലാത്ത വാർത്തകൾ എഴുതിയതിനാണ് കേസരി ബാലകൃഷ്ണപിള്ളയുടെ പ്രബോധകൻ പത്രത്തിൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്തത്. ഭരണകൂടത്തിൻ്റെ ദുഷ്ചെയ്തികൾ തുറന്നു കാട്ടിയതിനാണ് EMSൻ്റെ പത്രാധിപത്യത്തിലായിരുന്ന പ്രഭാതത്തിൻ്റെയും ലൈസൻസ് അന്നത്തെ മദിരാശി ഗവൺമെൻറ് റദ്ദ് ചെയ്തത്. ദേശാഭിമാനിയുടെ പത്രാധിപ സമിതിയെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തു, പത്രം തന്നെ പൂട്ടിക്കുകയും ചെയ്തു. മാതൃഭൂമിയും മനോരമയും ഉൾപ്പെടെയുള്ള പല പ്രമുഖ പത്രങ്ങൾക്കും അക്കാലത്ത് സമാനമായ അനുഭവങ്ങളുണ്ടായി. അവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള കൊടിയ പീഡനങ്ങൾക്കിടയിലും ഭരണകൂടത്തോട് സന്ധി ചെയ്ത് മാധ്യമപ്രവർത്തനത്തിൻ്റെ അന്തസ്സത്ത പണയം വെക്കാൻ അക്കാലത്തെ മാധ്യമപ്രവർത്തകർ തയ്യാറായില്ല. ഇന്ത്യ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി. അതോടെ നാലാം തൂൺ എന്ന നിലക്ക് സർക്കാരുകൾക്കും ജനങ്ങൾക്കുമിടയിൽ വിശ്വസനീയമായ പാലമായി വർത്തിക്കേണ്ട മാധ്യമങ്ങൾ ആ നില ഫലപ്രദമായി തുടരുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചത്. ആ പ്രതീക്ഷ ആദ്യഘട്ടത്തിൽ തെറ്റിയില്ല. ഒരു ഘട്ടം വരെ ആ പ്രതീക്ഷ നിലനിർത്താൻ ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു. പക്ഷേ അടിയന്തരാവസ്ഥ വന്നപ്പോൾ ആ ഘട്ടത്തോടെ ജനതാൽപര്യം പാടെ ഉപേക്ഷിച്ചുകൊണ്ട് അധികാരികളുടെ വിനീത വിധേയരായി പല പ്രമുഖ മാധ്യമങ്ങളും മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതൊരു ഘട്ടം. പിന്നീട് വന്നൊരു ഘട്ടം ആഗോളവൽക്കരണം. ആഗോളവൽക്കരണം പല തലങ്ങളിൽ മാറ്റങ്ങളുണ്ടാക്കി. മാധ്യമരംഗത്ത് വരുത്തിയ മാറ്റം വളരെ വലുതാണ്. അതോടെ മാധ്യമപ്രവർത്തനം വർദ്ധിച്ച തോതിൽ ബിസിനസ് മാത്രമാകുന്ന കാഴ്ചയിലേക്ക് എത്തി. ലോകത്താകെ ഏതാണ്ട് എല്ലാ മുഖ്യധാര വാർത്താ മാധ്യമങ്ങളും വൻകിട കോർപ്പറേറ്റുകളുടെ മൂലധന താൽപ്പര്യത്തെ പിന്തുടരാൻ തുടങ്ങി. പരസ്യത്തിനാണ് പ്രാധാന്യം. ആ പരസ്യങ്ങൾക്കിടയിൽ സ്ഥലമുണ്ടെങ്കിൽ വാർത്ത കൊടുക്കുക, ആ നിലയിലേക്ക് പത്രങ്ങൾ മാറുന്ന നിലവും. ജനങ്ങളെ അല്ല പ്രധാനമായി കണ്ടത്, ജനങ്ങളുടെ സ്ഥാനത്ത് കമ്പോളത്തെ പ്രതിഷ്ഠിച്ചു. അതോടെ മാധ്യമപ്രവർത്തനത്തിൻ്റെ മൂല്യബോധത്തിലും മാറ്റം വന്നു. 21-ാം നൂറ്റാണ്ടിൽ ലോകത്താകെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം കരുത്താർജിക്കുന്നു. മാധ്യമങ്ങളുടെ ചിറകരിയുന്ന നിലയാണ് അവർ സ്വീകരിച്ചത്. നമ്മുടെ രാജ്യത്തെ സ്ഥിതിയും വ്യത്യസ്തമല്ല. മഹാഭൂരിപക്ഷം ജനങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക അധികാരത്തെയും നീതിയെയും സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ മാധ്യമങ്ങൾ പ്രത്യേക രീതിയിൽ മൗനം പാലിക്കേണ്ടത്. ഭരണാധികാരികൾക്കുള്ള വാഴ്ത്തുപാട്ടുകൾ, വിപണിയുടെ സ്വതന്ത്ര വിഹാരം, ഇതിൽ മാത്രമായി മാധ്യമങ്ങളുടെ ശ്രദ്ധ. നാടിൻ്റെ പൊതുവായ ആവശ്യങ്ങൾ, ജനങ്ങളുടെ അവകാശ സമരങ്ങൾ പല പ്രമുഖ മാധ്യമങ്ങൾക്കും വാർത്തയെ അല്ലാതായി മാറി. പൗരാവകാശങ്ങളെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തുന്ന ഭരണകൂട ചെയ്തികൾക്ക് നേരെ
നിഷ്പക്ഷർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പല മാധ്യമങ്ങൾക്കും ഇന്ന് നാം അനക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, അത്തരം കാര്യങ്ങളെയൊക്കെ ന്യായീകരിക്കാൻ മെനക്കെടുന്നതും നമ്മൾ കാണുക. ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അടിച്ചമർത്തപ്പെടുന്ന നാട്ടിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മാത്രമായി നിലനിൽപ്പില്ല എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ജനാധിപത്യത്തിൻ്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും പരിമിതമായ അവകാശങ്ങൾ പോലും ഇല്ലാതാക്കുക എന്നതാണ് തീവ്ര വലതുപക്ഷ ഭരണകൂടങ്ങളുടെ അജണ്ട. അവർ നിരന്തരം നുണപ്രചരണങ്ങൾ, അപരവിദ്വേഷം, യുദ്ധവെറി ഇവയൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരം പ്രചരണങ്ങളിൽ അതേപടി പ്രസിദ്ധീകരിക്കാനും സംപ്രേഷണം ചെയ്യാനും തയ്യാറാകുന്നത് നല്ല മാധ്യമപ്രവർത്തനം തന്നെയാണോ എന്ന് ആത്മപരിശോധന നടത്തേണ്ട ഘട്ടമായി എന്നാണ് തോന്നുന്നത്. നമ്മുടെ നാട് രാജ്യത്ത് ഏറ്റവുമധികം മാധ്യമ സ്വാതന്ത്ര്യമുള്ള നാടാണ്. അതിന് കാരണം ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യമാണെങ്കിൽ മറ്റൊരു പ്രധാന കാരണം സ്വദേശാഭിമാനിയെയും കേസരിയെയും പോലുള്ള മഹത്തുക്കളുടെ പൈതൃകമാണ്. അവരുടെ സംഭാവനകളെ വിലമതിക്കുന്ന നാടാണിവിടെ. അവരുടെ സംഭാവനകളെ സർക്കാരും വിലമതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്ന ഒരു നടപടിയും ഇവിടെ ഉണ്ടാകുന്നില്ല. എന്നാൽ ചില ഘട്ടങ്ങളിലെങ്കിലും ഒരുതരം ശത്രുതാ മനോഭാവം പല മാധ്യമങ്ങളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ലേ എന്ന് അവർ സ്വയം പരിശോധിക്കാൻ പറ്റുമെങ്കിൽ പരിശോധിക്കേണ്ടതാണ്. പൊതുവെ മാധ്യമങ്ങൾ പരിശോധിക്കേണ്ടതുമാണ്. അത്തരത്തിൽ ശത്രുതാ മനോഭാവം ഉണ്ടാകുന്നതുകൊണ്ട് ബേജാറാകുന്നതുകൊണ്ട് പറയല്ല. എന്നാലും നല്ല നാളേക്ക് അത്തരമൊരു പരിശോധന നല്ലതാണ് എന്നുകൊണ്ട് സൂചിപ്പിക്കുക. മാധ്യമപ്രവർത്തനം എന്ന പേരിൽ ഇടതുപക്ഷ പ്രവർത്തകരെ ആകെ ആക്ഷേപിക്കുന്ന നിലപാട് ചില മാധ്യമപ്രവർത്തകർ സ്വീകരിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം ഒരു ചാനലിലെ വാർത്താവതാരകൻ കേരളത്തിലെ പ്രമുഖനായൊരു ട്രേഡ് യൂണിയൻ നേതാവിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ എല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ്, എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകരെക്കുറിച്ച് തന്നെ ആക്ഷേപമുണ്ടാക്കുന്ന രീതിയിലുള്ളൊരു വാചകമല്ലേ ആ വാക്കുകൾ? അങ്ങനെ പറയാൻ സാധാരണഗതിയിൽ സ്വാതന്ത്ര്യമുണ്ടോ? വിമർശിക്കാം, നിലപാടുകളെ വിമർശിക്കാം, കുറ്റപ്പെടുത്തണമെങ്കിൽ കുറ്റപ്പെടുത്താം. പക്ഷേ നാം ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പരിധി വേണ്ടേ? ആരെയും ആക്ഷേപിക്കൽ, പുച്ഛിക്കൽ അത് മാധ്യമ സ്വാതന്ത്ര്യമാണ് എന്ന് ഇത്തരം ചിലർ ധരിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കാര്യമേ അഭ്യർത്ഥിക്കാനുള്ളൂ, അത്തരം ആളുകളും മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത്തരം ആളുകളെ ശരിയായ രീതിയിൽ ബോധവൽക്കരിക്കാനുള്ള ഉത്തരവാദിത്വം മാധ്യമപ്രവർത്തകരുടെ സംഘടനകൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. പ്രശ്നങ്ങളെ സ്വതന്ത്ര മനസ്സോടെ വിലയിരുത്തേണ്ടതാണ് മാധ്യമങ്ങൾ. എന്നാൽ പലപ്പോഴും കൃത്യമായ പക്ഷപാതിത്വത്തോടെ ഇടപെടുന്ന നിലയുണ്ടാവുകയാണ്. ഇവിടെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള ഘട്ടത്തിൽ, രാഷ്ട്ര പുനർനിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ വലിയ തോതിൽ നമ്മുടെ നാട്ടിലെ പഞ്ചവത്സര പദ്ധതി ചർച്ച ചെയ്യപ്പെട്ടതാണ്. അന്ന് മാധ്യമങ്ങൾ വഹിച്ചൊരു പങ്കുണ്ട്. പഞ്ചവത്സര പദ്ധതിയിൽ
ഏതേത് മേഖലകൾക്കാണ് ഊന്നൽ നൽകേണ്ടത്, മാത്രമല്ല ഏതേത് ഘനവ്യവസായങ്ങൾക്ക് ഈ പുതിയ കാലത്ത് പ്രാധാന്യം നൽകണം. ഇതിലെല്ലാം ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ പത്രങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു, പത്രപ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതായത് വികസനോന്മുഖ പത്രപ്രവർത്തനത്തിനാണ് ആ കാലത്ത് നേതൃത്വം കൊടുത്തിരുന്നത്. എന്നാൽ നാടിൻ്റെ പൊതുവായ വികസനത്തിൻ്റെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, വ്യക്തി താൽപ്പര്യങ്ങൾ നാടിൻ്റെ വികസനമെന്ന മഹാലക്ഷ്യത്തിന് മുന്നിൽ രണ്ടാം സ്ഥാനമേ അർഹിക്കുന്നുള്ളൂ എന്ന ബോധം പൊതുവെ പടർത്തുക, വികസനത്തിന് എതിര് നിൽക്കുന്ന സ്ഥാപിത ശക്തികളുടെ നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ തുറന്നു കാട്ടുക. എല്ലാ കാലത്തും വികസന കാര്യങ്ങൾ വരുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന ചില നിക്ഷിപ്ത താൽപ്പര്യക്കാരുണ്ടാവും. ആ കാലത്ത് മാധ്യമങ്ങൾ പൊതുവെ സ്വീകരിച്ച നിലപാട് ആ നിക്ഷിപ്ത താൽപ്പര്യങ്ങളെ തുറന്നു കാട്ടുന്നുണ്ടായിരുന്നു. അവരുടെ കുത്തിത്തിരിപ്പുകൾക്കെതിരെ ജനവികാരം രൂപപ്പെടുന്നതിനാണ് മാധ്യമങ്ങൾ നേതൃത്വം കൊടുത്തിരുന്നത്. അപ്പോൾ വികസനോന്മുഖ പത്രപ്രവർത്തനം ഈ രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിക്ക് സഹായകരമായ രൂപത്തിൽ രൂപപ്പെട്ടു എന്നതാണ് ആ കാലം തെളിയിക്കുന്നത്. മാധ്യമങ്ങൾ അത്തരമൊരു വിശാലമായ കാഴ്ചപ്പാടോടെ ഇടപെടൽ നടത്തിയതുകൊണ്ട് കൂടിയാണ് ബീരായി സ്റ്റീൽ പ്ലാന്റ് പോലുള്ള പടുകൂറ്റൻ പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നത്. അത്തരം വ്യവസായശാലകൾ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു സ്ഥിതി?